ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ പലരോടും യാത്ര ചോദിക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലായി ചില ആളുകൾ വീട്ടിൽ നിന്ന് പറയും, ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോകുന്നു. വേറെ ചില ആളുകൾ പറയും, ഞാൻ പോയി വരാം, ഞാനൊന്ന് അങ്ങാടിയിൽ പോയി വരട്ടെ. ചിലപ്പോഴൊക്കെ പറയും, ഞാൻ വന്നിട്ട് കാണാം. പിന്നെ ഒന്നിച്ചൊക്കെ പോകുമ്പം ഞങ്ങൾ പോയി വരട്ടെ. ഇതെല്ലാം നമ്മുടെ രീതികളാണ്. നമ്മൾ യാത്ര പറയുന്ന രീതിയാണ്. നമ്മൾ വീട്ടിൽ നിന്നായാലും നമ്മുടെ സ്നേഹിതന്മാരോടാണെങ്കിലും ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഏത് സമയത്തും എവിടേക്ക് പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ യാത്ര ചോദിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാറുള്ളത്. പക്ഷേ ഈ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചു വരും. ചിലപ്പോൾ 2-3 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെയൊക്കെ ആകാറുണ്ട് നമ്മൾ ഈ യാത്ര. ചില ആളുകൾ കൃത്യമായിട്ടൊന്നും പറയല്ല, ഞാൻ ഒന്ന് പോയി വരട്ടെ എന്ന് പറയും. ചിലപ്പോൾ ആ പോക്ക് ചിലപ്പോൾ 2 മാസമൊക്കെ ആകാം, അല്ലെ 3 മാസത്തിനൊക്കെ ആകാം. അങ്ങനെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളെ ഏറ്റവും ബന്ധപ്പെട്ടവരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സ്നേഹിതന്മാരോട് ഒക്കെ ഇങ്ങനെ യാത്ര പറഞ്ഞിട്ടാണ് നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും അതിനൊക്കെ യാത്ര എന്നാ പറയാ. അങ്ങാടി പോവുകയാണെങ്കിൽ യാത്രയാണ്, പുറത്തെവിടേക്കെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു യാത്രയാണ്. സഫർ എന്ന് പറയും അറബിയിൽ. അപ്പോൾ ഈ യാത്ര ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ട് യാത്ര പോകുമ്പോൾ ചിലപ്പം ആ യാത്ര ഒരു പക്ഷേ നമ്മുടെ അവസാന യാത്രയാകാനും സാധ്യതയുണ്ട്. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നാട്ടിൽ കേരളത്തിൽ തന്നെ ആണെങ്കിലും ശരി, ജില്ല മാറിയിട്ടാണെങ്കിലും ശരി, ഇന്ത്യയിൽ എവിടെയെങ്കിലും ആകാം, ഇന്ത്യക്ക് പുറത്താകാം. വിദേശത്ത് നിന്ന് വരൂല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോക്കുണ്ടോ? ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടല്ല ഒരാളും പോകുന്നത്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ്. സന്തോഷത്തോടു കൂടിയാണ് യാത്ര പോകുന്നത്. പക്ഷേ നമുക്കറിയില്ല, യാത്ര ചോദിക്കുന്നവനും അറിയില്ല, യാത്ര അയക്കുന്നവനും അറിയില്ല. ഇതൊരവസാന യാത്ര, അന്ത്യയാത്രയാണ് ഇത് എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പലപ്പോഴും നമ്മൾ പലരോടും യാത്ര പറയാറുണ്ട്. യാത്ര ചോദിച്ചു പോയവരുണ്ട്, അവരൊന്നും തിരിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ടുമില്ല. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നേരെ പോയവരുണ്ട്. മയ്യത്ത് പോലും നമ്മുടെ നാട്ടിലെത്താതെ അതെവിടെയാണോ അവിടെ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതിയും. എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ തന്നെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ, അതാണ് അതിൻ്റെ രീതി. ഏതോ ആവട്ടെ, ചിലപ്പോൾ ചിലരുടെ യാത്ര ചോദിക്കൽ അത് ഒരു അവസാന യാത്രയാവാറുണ്ട്. ആയതുകൊണ്ട് ഞാനും നിങ്ങളും, നമ്മളടങ്ങുന്ന സമൂഹം നമ്മുടെ യാത്രകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
ഒന്നാമതായി നമ്മുടെ യാത്രകൾ ഏതുമാകട്ടെ, നമ്മുടെ ഹൃദയം റബ്ബിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാകണം. ഇതാണ് അടിസ്ഥാനപരമായി നമ്മളിപ്പോൾ വീട്ടിലുള്ളവരോട് ഞാൻ പള്ളിയിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് വന്നത്. ജുമുഅ കഴിഞ്ഞ് എത്ര പേര് വീട്ടിൽ തിരിച്ചെത്തും? ആരെത്തും? എന്തെങ്കിലും ഒരു ഡിമാൻഡ് ഈ വിഷയത്തിൽ വെക്കാൻ ഒരാൾക്കും കഴിയില്ല. അപ്പം ഏത് സമയത്തും എത്ര ചെറിയ യാത്രയാകട്ടെ, അതെത്ര വലിയ നീണ്ട യാത്രയാകട്ടെ, ഈ യാത്രയെല്ലാം നമ്മുടെ ഹൃദയം നമ്മുടെ റബ്ബിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം. ഇത് നിർബന്ധമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാകണം. അപ്പം അതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, നമ്മളൊരു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ ഏത് യാത്രയാണെങ്കിലും ശരി, നമ്മൾ വീട്ടിൽ നിന്ന് വരികയാണെങ്കിലും നമ്മൾ ആ ഒരു യാത്രയിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയുണ്ട്, ദുആയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ദുആ, ആ ദുആ നമ്മൾ പഠിക്കണം, നിർബന്ധമായി പഠിക്കണം. പഠിച്ചേ പറ്റൂ. പഠിക്കാത്തവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളൊരു യാത്രക്കാണെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3 തവണ നിങ്ങൾ ചൊല്ലണം. അത് ചൊല്ലിയിട്ടാണ് നിങ്ങൾ തൊട്ടടുത്ത പ്രാർത്ഥന, പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന പല രൂപത്തിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായി നമ്മൾ ചൊല്ലേണ്ടതും നമ്മൾ ചൊല്ലുന്നതുമായ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതാണ് സാധാരണയായി നമ്മൾ ചൊല്ലാറുള്ള പ്രാർത്ഥന. അപ്പൊ ഇത്രയും ഭാഗത്തെക്കുറിച്ച് നമ്മൾ വെറുതെ അങ്ങ് ചൊല്ലിപ്പറയുന്നു എന്നതൊഴിച്ചാൽ അതിലടങ്ങിയിട്ടുള്ള അതിലെ ആന്തരികമായ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല എന്ന് നമ്മൾ അറിയണം. ഒന്നാമതായി നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബൈക്കിൽ കയറിയിരിക്കുന്നത്, നമ്മൾ നമ്മുടെ കാറിൽ കയറിയിരിക്കേണ്ടത്. അള്ളാഹു അക്ബർ എന്ന് 3 തവണ നമ്മൾ ഉരുവിട്ടതിന് ശേഷമാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ മഹത്വം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ഉരുവിട്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പം നമ്മുടെ ശക്തിയേക്കാൾ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ വാഹനത്തെക്കാൾ, നമ്മുടെ എല്ലാ സംവിധാനത്തെക്കാളും, എന്തിനേറെ നമ്മുടെ ബുദ്ധിയേക്കാളും ഒക്കെ അള്ളാഹുവാണ് വലിയവൻ എന്ന ഒരു പ്രഖ്യാപനം നമ്മൾ ആദ്യമായി നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ഏതെങ്കിലും സമയത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഒരു പുനഃപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം ഞാൻ എൻ്റെ വാഹനമെടുത്ത് ഞാൻ ഈ പുറപ്പെടുന്നത് ഒന്ന് അങ്ങാടിയിലേക്കാകാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാകാം, ഒരു പക്ഷേ തിരിച്ചു വരുമെന്ന എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കണം എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ ചെല്ലുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ തുടക്കം എന്താ? സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. എന്താ അതിന്റെ അർത്ഥം? സുബ്ഹാന, പരിശുദ്ധനായ റബ്ബ്, അല്ലദീ സഖറ ലനാ ഹാദാ, എനിക്ക് പോകാൻ വേണ്ടി, എനിക്ക് ഇവിടെ ഒരുക്കി തന്നിട്ടുള്ള, കീഴ്പ്പെടുത്തി തന്നിട്ടുള്ള എൻ്റെ ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങേണ്ടത് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. എന്താ അങ്ങനെ പറയുന്നിടത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞാലും, നമ്മൾ എവിടെയോ ആണ് എന്ന് നമ്മൾ സ്വയം അഹങ്കരിച്ചാലും, ഇതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലേ അല്ല. വാഹനം നമ്മളൊരു നിമിത്തമാണ്, നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നതല്ലാതെ ഇതിന്റെ കൈകാര്യം ചെയ്യുന്നത് ആരാ? ഈ വാഹനത്തെ അല്ലാഹു അല്ലേ. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല, എല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ, നീ കണ്ടില്ലേ, അന്നൽ ഫുൽക, കപ്പൽ, അത് തജ്രി ഫിൽ ബഹരി, അത് സമുദ്രത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ബിനിഅ്മത്തില്ലാഹ്, അത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ്. ലിനുരിയകും മിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി അല്ലാഹു നൽകിയിട്ടുള്ള സമുദ്രത്തിലൂടെയുള്ള യാത്ര, അതേപോലെ തന്നെ വാനലോകത്തുകൂടെയുള്ള യാത്ര, ഭൂമിയിലൂടെ നമ്മൾ ചെയ്യുന്ന യാത്ര, ഇതൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അല്ലാഹു സംവിധാനിച്ചു വെച്ചതാ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് കൈകാര്യം ചെയ്യാണ് എന്നാണോ നമ്മൾ ധരിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. ഒരിക്കലും ഇതൊന്നും മനുഷ്യരുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ ഓടിക്കുന്ന വാഹനം, നമ്മുടെ രാജ്യത്തെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ, അവരെ ഒരു നിമിത്തം മാത്രമാണ്, അവരൊരു കാരണക്കാർ മാത്രമാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചിടത്ത് അത് എത്തുന്നത്, ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്. അതുകൊണ്ടാണ് റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടല്ലാതെ ഒരു യാത്ര തുടങ്ങാൻ, യാത്ര ആരംഭിക്കാൻ നമ്മൾക്ക് പാടില്ല. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനം ഞങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ വാഹനം റബ്ബേ, ഇത് റബ്ബ് ഒരുക്കി തന്ന വാഹനമാണ്. ആ റബ്ബാണ്, റബ്ബ് അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നതോ, വമാ കുന്ന ലഹു മുഖിരിനീൻ, ഞങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ ഇതൊന്നും ഞങ്ങൾക്ക് കഴിവില്ല. റബ്ബിന്റെ സഹായം കൊണ്ടല്ലാതെ ഇത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. മനുഷ്യൻ ദുർബലനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതീവ ദുർബലനായിട്ടാണ്. പക്ഷേ മനുഷ്യനെ ഇതിനൊക്കെ കഴിവുറ്റവനാക്കി മാറ്റുന്നത്, ഇതിനൊക്കെ സാമർത്ഥ്യമുള്ളവനാക്കി മാറ്റുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി സംവിധാനിച്ചു വന്നു. നമുക്ക് വേണ്ടി മനുഷ്യൻ യാത്ര ചെയ്യുന്നതിനാവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും നൽകിയ ആ പരിശുദ്ധനായ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടുമാണ് നമ്മൾ യാത്ര ആരംഭിക്കേണ്ടത്. ഇനി നമ്മൾ അറിയേണ്ടത്, എല്ലാ യാത്രയുടെയും അന്ത്യയാത്രയാണ് എന്ന, നമ്മൾ ഏതൊരു ചെറിയ യാത്രയാണെങ്കിലും ശരി, നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ യാത്രയാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്താ വിചാരിക്കേണ്ടത്? ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്. നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും. ഇനി ഒരിക്കലും എനിക്ക് പോകാൻ കഴിയില്ല അവിടത്തേക്ക്, ഇതെന്റെ അവസാനത്തെ പോക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഏതൊരു സംഗതിയും ചെയ്യേണ്ടതുള്ളൂ. വിശ്വാസി അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം മരണം എന്ന് പറയുന്ന സത്യം മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് ഏത് സമയത്തും മനുഷ്യൻ അങ്ങനെ തന്നെയാകണം. നമ്മളെ പ്രാർത്ഥനയിലെ മറ്റൊരു ഭാഗമല്ല ഇത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖിരിനീൻ. അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടക്കമുള്ളവരാണ്, അവങ്കിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിക്ക്, നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ?
ഇനി ചൊല്ലുന്ന ആളുകൾ ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊരു സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം വിരോധാഭാസമാണ് നമ്മൾ അള്ളാഹുവിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തുമാത്രം നന്ദികേടാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തിരി നേരം ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അത് തീർത്തും നമ്മൾ അള്ളാഹുവിങ്കലേക്കുള്ള ഒരു മടക്കമാണ് എൻ്റെ യാത്ര എന്ന തീരുമാനത്തോടു കൂടിയല്ലാതെ നമ്മൾ യാത്രക്കൊരുങ്ങരുത്. എന്തുമാത്രം സന്തോഷമുണ്ടായാലും എന്തുമാത്രം ആഹ്ലാദം നമുക്കുണ്ടായാലും ശരി, നമ്മൾ നമ്മുടെ വാഹനം ഇവിടെ റെഡിയായി നിൽക്കുന്നു, നമ്മൾ ഒരു വിസിറ്റ് അല്ലെങ്കിൽ ഒരു സന്ദർശന യാത്രക്കൊരുങ്ങുകയാണ്, ഒരു കുടുംബയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, നമ്മൾ ഒരു ടൂറിസ്റ്റ് മേഖലകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ശരിയാണ്, നമ്മൾ വെക്കേഷൻ വരുമ്പോൾ മറ്റൊഴിവുകൾ കിട്ടുമ്പോൾ എല്ലാവരെയും കൂട്ടി നമ്മൾ യാത്ര പോകാറുണ്ട്. ഏതെങ്കിലും റിസോർട്ടുകളിൽ പോയി 1, 2, 3 ദിവസം നമ്മൾ അവിടെ താമസിക്കാറുണ്ട്, ആഹ്ലാദഭരിതരാകാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്റെ യാത്ര ഒരു പക്ഷേ അവസാനമായിരിക്കും, ഇനി ഒരിക്കലും ഈ റിസോർട്ടിലേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല? നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. നമ്മൾ ഏത് യാത്രയും അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് എന്ന് വിചാരിച്ച് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ യാത്രക്കൊരുങ്ങേണ്ടത്. അപ്പോ യാത്രകൾ അവസാനിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തേക്കാവണമെന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഒരു പക്ഷേ നമ്മൾക്ക് എത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വീട്ടിലേക്ക് പുറപ്പെട്ടവർ എയർപോർട്ടിൽ വെച്ച് മരിക്കുന്നു. തിരിച്ചു നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ പോകുന്നതിന്റെ തലേ ദിവസം മരണത്തിന് കീഴടങ്ങുന്നു. ഇങ്ങനെ പല വിധത്തിലും നമ്മൾ മരണത്തെ പുൽകുകയാണ്. ഇത് ഇവിടുത്തെ ഒരു നിയമമാണ്, അള്ളാഹു നിശ്ചയിച്ചു വെച്ച അള്ളാഹുവിന്റെ ഒരു നിയമമാണ് എന്ന് വിശ്വാസികൾ അറിയേണ്ടതുണ്ട്. നമ്മൾ അറിയണം, നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് എന്താ സംഭവിക്കുക? റബ്ബിലേക്കായിരിക്കാം ഓരോ യാത്രയും. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പം പരലോക യാത്ര അനിവാര്യമാണെന്ന് നമുക്കറിയാം. എങ്കിലും ഇത്ര വേഗത്തിൽ എന്നതിനെ കുറിച്ചാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് വഇലൈഹിൽ മസീർ, അവങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. വഇലല്ലാഹിൽ മസീർ, തീർച്ചയായും അല്ലാഹുവിലേക്കാണോ നിന്റെ മടക്കം. വഇലൈഹി തുർജഊൻ, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ളത്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിലേക്ക് തന്നെയാണ്. തീർന്നില്ല, പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഇവിടെ എത്രയോ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊന്ന് വിളിച്ചാൽ നമ്മൾക്ക് ആളുകളുണ്ട്. അന്ത്യദിനത്തിൽ യൗമുൽ ഖിയാമത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വകുല്ലുഹും ആതി, ഓരോരുത്തരും നാളെ യൗമുൽ ഖിയാമത്തിൽ ഹാജരാക്കപ്പെടുന്നത് ഫർദ, ഒറ്റക്കാണ്, സ്വന്തമാണ് നാളെ പരലോകത്ത് നമ്മളെ ഹാജരാക്കപ്പെടുന്നത്. വനരിസുഹു മാ യഖൂൽ വയഅതിനാ ഫർദാ, അവിടെയും നമ്മൾ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഹാജരാക്കപ്പെടുന്നത് സ്വന്തമാണെന്ന ഏറ്റവും സത്യമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ജനിച്ചവരാണെങ്കിൽ ഒരു ദിവസം മരണമുണ്ടെന്ന യാഥാർത്ഥ്യം, സത്യമായ ഒരു വസ്തുത നമ്മൾ അറിയണം. അപ്പം നമ്മുടെ ജോലി എന്താ? എനിക്ക് തിരിച്ചു പോകേണ്ടവനാണ്, ഞാനൊരു താൽക്കാലിക യാത്രക്കാരനായി നിശ്ചയിക്കപ്പെട്ടവനാണ്. ശരി, എങ്കിൽ ഞാൻ തിരിച്ചു പോകണമെങ്കിൽ അവിടെ ചെന്നാൽ എനിക്കുണ്ടാവേണ്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിനുള്ള കോപ്പുകൾ തയ്യാറാക്കണ്ടേ? അതിനല്ലേ നമ്മൾ ഒരുങ്ങേണ്ടത്? അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളിലേക്കുണ്ടോ? യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം.
വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളെ എൻ്റെ ഈ മടക്കയാത്രയിൽ ഞാൻ തീർച്ചയായും യാത്ര പോകേണ്ടവനാണെന്ന് മനസ്സിലാക്കിയാൽ നാളെ എന്ന ദിവസത്തേക്ക് ഞാൻ എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെ കുറിച്ചോ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് മോക്ഷം കിട്ടാൻ, എനിക്ക് നാളെ പരലോകത്ത് രക്ഷ കിട്ടാൻ ഞാൻ എന്ത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ്, എത്ര സ്ഥലങ്ങളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നിലപാടുകളിൽ ഒരു മാറ്റം വേണ്ടേ? നമ്മുടെ നിലപാടുകളിൽ വ്യത്യസ്തത വേണ്ടേ? നമ്മൾക്കൊരു കൃത്യമായ കാഴ്ചപ്പാടില്ലേ? എന്താ കാഴ്ചപ്പാട്? ജനനമുണ്ടോ, മരണമുണ്ട്, ഉറപ്പാണ്. ഇവിടെയല്ല ആരൊരണി തൂക്കം നന്മ ചെയ്തോ അത് നാളെ കാണും. ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്തത് അതും കാണുമെന്ന കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ആലോചനകളോടെയാണ് നമ്മൾ ഈ നിമിഷം ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ, ഒരു ശ്വാസം നമ്മൾ മേൽപോട്ട്, ഒരു ശ്വാസത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാ, എൻ്റെ റബ്ബേ ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകേണ്ടവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, യാത്രകൾ ഏതുമാകട്ടെ, എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ ഒരു യാത്രയും നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ പഠിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല ജീവിതം നയിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. നമ്മളിപ്പോൾ റമളാനിൻ്റെ തൊട്ട് മുമ്പുള്ള ആ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. റജബിൻ്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്. റജബിൻ്റെ അവസാന സമയം. റജബ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ്. പക്ഷേ ഈ റജബിലാണ് ഏറ്റവും പ്രസിദ്ധമായ ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, സൂറത്ത് ഇസ്രാ എന്നോ ബനു ഇസ്രായേൽ എന്നോ ഒക്കെ പേരിലറിയപ്പെടുന്ന ഒരു സൂറത്തിൻ്റെ തുടക്കം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസ്സീർ. ഈ ആയത്ത്, 1-ാം ആയത്ത് തുടങ്ങുന്നത് ഇസ്രാ മിഅ്റാജ് സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒറ്റ രാത്രിയിൽ രാപ്രയാണം, അവിടെ നിന്ന് അങ്ങോട്ട് മിഅ്റാജ് യാത്ര, ഇത് രണ്ടും മസ്ജിദുൽ അഖ്സയിലെത്തുന്നു, ബൈത്തുൽ മുഖദ്ദസിലെത്തുന്നു, അവിടെ വെച്ച് മിഅ്റാജ് യാത്ര, ഇതൊക്കെ നടന്നത് ഒരു ദിവസമാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഒരു മാസത്തെ വഴിദൂരമുള്ള സ്ഥലത്തേക്കാണ് അത്ഭുതകരമായി, അതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്, നമ്മൾ വിശ്വസിച്ചേ മതിയാകും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇതെന്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഇബ്രാഹിം നബിയെക്കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഇബ്രാഹിം നബി ഖലീലുള്ള എന്നാണ്. അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന പേര് കിട്ടിയത് ഇബ്രാഹിം നബിക്കാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വകദാലിക നുരിയ ഇബ്രാഹീമ മലക്കൂത്ത സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ എല്ലാ അത്യത്ഭുതകരമായ പല സംഭവങ്ങളും ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രവാചകന്മാർക്ക്
ജീവിതത്തിലെ ഊർജവും ശക്തിയും പകരാൻ ഇത്തരം സാഹചര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ ലിനുരിയഹു മിൻ ആയാത്തിനൽ കുബ്ര, എത്രയോ വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ മൂസാ നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അതുപോലെ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര നടത്തുന്നത്, അല്ലെങ്കിൽ ഇസ്രാ യാത്ര നടക്കുന്നത് മക്ക ജീവിതത്തിൻ്റെ ഒരു 10 കൊല്ലം. നമുക്കറിയാം, ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, നബിയുടെ ആദ്യകാലത്തെ മക്കയിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുസ്സഹമായ മർദ്ദനങ്ങൾ കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട് സഹിക്കവയ്യാതായ വല്ലാത്ത പ്രബോധന പ്രവർത്തന രംഗങ്ങൾ പോലും വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ് ആദ്യത്തെ 10 കൊല്ലം. അതിൻ്റെ ഇടയിലാണ് എന്ത് നടക്കുന്നത്? ഈ ഇസ്രാ മിറാജ് യാത്ര നടക്കുന്നത്. അവിടെ നമ്മൾ അറിയേണ്ടത് റസൂലുള്ളാഹിക്ക് ധൈര്യവും സ്ഥൈര്യവും എന്താണ് എവിടം വരെ എത്തിയെന്നറിയങ്ങൾ ഖുർആൻ പറഞ്ഞത് സിദ്റത്തുൽ മുന്തഹ വരെ പോയിന. ജിബ്രീൽ കൊണ്ടുപോയത് സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലന്തമരം എന്നാണ് അതിന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. സ്വർഗത്തിൽ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു ഇലന്തമരം വരെ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നല്ല, ഏറ്റവും അക്സാ ഗായത്ത്, ഏറ്റവും അങ്ങേ അറ്റത്താണത്. ആ അറ്റത്ത് വരെ ആരെ കൊണ്ടുപോയി? അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ കൂടെ ഉണ്ട്. പക്ഷെ അവിടെ വേറൊന്നും കൂടി നമ്മൾ അറിയേണ്ടത്, നമ്മൾക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇൻഡിവിജ്വലായി നമ്മളെ നന്നാക്കിയെടുക്കാൻ, നമ്മൾ നേരെയാകാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഈ നമസ്കാരം ഈ യാത്രയിലാണ് നമ്മൾക്ക് നിർബന്ധമായത്. അതും 50 വക്ത് നമസ്കാരം ഉണ്ടായിരുന്നു. അത് ആറാനാകാശത്തിൽ അവിടെ കണ്ടത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ നേരിൽ കാണുകയാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി റബ്ബിനെ കണ്ട വിവരവും റബ്ബ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ കൗമിന് അത് സാധിക്കുമോ എന്ന് ചോദിച്ച് വീണ്ടും പോയി തിരിച്ചു വന്ന് അത് 5 വക്തിൽ ഒതുക്കി അവിടെ നിർത്തിയ, ഇനി പോയിക്കൂടാ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ 5 നേരത്തെ നമസ്കാരം നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചാണ് എന്നും നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നും പഠിപ്പിച്ച ഒരു മതം, അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നമ്മുടെ വ്യക്തി സംസ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അസ്വലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് പോലും അസ്വലാ എന്ന് വിളിച്ചു പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. സൂചിപ്പിച്ചു വരുന്നത് ഈ നമസ്കാരം നിർബന്ധമാക്കിയത് ഇസ്രാ മിഅ്റാജ് ഈ സമയത്താണ്. അതുകൊണ്ട് റജബ് മാസത്തിലാണ് ഈ സംഭവം നടന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വേറെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകതയില്ല, മറ്റൊരു പ്രത്യേകതയും റജബിനില്ല. ഈ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. റജബ് 27 അത് മിഅ്റാജ് നടന്നു എന്നതുകൊണ്ട് മിഅ്റാജ് ആ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് എവിടെയും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പ്രത്യേകമായ നോമ്പ് സുന്നത്തില്ല, പ്രത്യേകമായ നമസ്കാരം സലാത്തു റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം, അങ്ങനെ ഒരു നമസ്കാരമില്ല. ഖാലൽ ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്കലാനി. ഇബ്നു ഹജറുൽ അസ്കലാനി ആരാണെന്നറിയോ? പ്രസിദ്ധ ഷാഫി പണ്ഡിതനും മാത്രമല്ല ഫത്ഹുൽ ബാരി. ഖുർആൻ കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടേണ്ടത് എന്താ? സഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിയെ അതിനെ എക്സ്പ്ലനേഷൻ ചെയ്ത വിശദീകരണം നടത്തിയ ഫത്ഹുൽ ബാരി, ആ ഗ്രന്ഥത്തിന്റെ പേരാണ് ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്താണെന്നറിയോ? ലം യുരിദ് ഫീ ഫളിരി ശഹ്രി റജബ്. റജബ്, പ്രസിദ്ധമായ റജബ് മാസം എന്ന് പറഞ്ഞല്ലോ, ആ റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയായി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാഫി സിയാമിഹി, ഒരു നോമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലാഫി ഖിയാമിഹി ലൈലത്തൻ മഖ്സൂസ, ആ രാത്രിയിൽ പ്രത്യേകമായ ഒരു നമസ്കാരമോ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും മൗലൂ ആണ്, വാറോലയാണ്, ലൈഫാണ്, സ്വീകാര്യോഗ്യമല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ സംഭവം നടന്നു എന്നതും ഈ ചരിത്രം അത് ഇന്നതാണ് എന്ന് പഠിക്കുകയും മര്യാദക്ക് 5 നേരത്തെ നമസ്കാരം അത് കൃത്യമായി നിർവഹിച്ച് വിനയാന്വിതനായ ഒരു ജീവിതം
നമ്മൾക്ക് നയിക്കാനാണ് ഈ സംഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമുക്കറിയാം. എല്ലായിടങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ തിരക്ക് പിടിച്ച സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നീട്ടുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് രേഖയിലില്ലാത്തവർ അത് രേഖയിൽ ഉൾപ്പെടാൻ ആവശ്യമായ ജാഗ്രത അത്രേ പറയുന്നുള്ളൂ. നമ്മൾ ആണ് ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മളെ രേഖയിൽ നമ്മുടെ പേരുണ്ടാകണം. അതിന് എവിടെയാണോ ക്യാമ്പയിൻ നടക്കുന്നത്, എവിടെയൊക്കെയാണോ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതിലൊക്കെയും പങ്കാളികളായി നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളെയും, ഞാനുണ്ടല്ലോ ഇനി എനിക്ക് പ്രശ്നമല്ല എന്ന് വിചാരിക്കരുത്, എൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും അതിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതുവരെ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഇനിയുള്ള ഈ 21-ാം തീയതി വരെയാണ് എന്നുകൂടി നമ്മൾ അറിയണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തയ്യാറാവണം. അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായി സാമൂഹികമായി ഒക്കെ പല വിഷയങ്ങളിലും പല രംഗങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്, വീടുകളിലും ആശുപത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നവർ. അള്ളാഹു അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.